ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റേഷൻ കടയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ നവംബർ മാസം അവസാനിക്കാൻ പോവുകയാണ്. ഭക്ഷ്യക്കിറ്റ് ഒഴികെയുള്ള എല്ലാ ഭക്ഷ്യ സാധനങ്ങളും നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു. പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് നവംബർ മാസത്തോട് കൂടിയിട്ട് പല ആനുകൂല്യങ്ങളും നമുക്ക് അസ്തമിച്ചു കഴിഞ്ഞു. അതായത് പ്രധാനമായും കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഒരു വ്യക്തിക്ക് 5 കിലോ ധാന്യവും ഒരു കാർഡിൽ കടലയോ പയറോ എന്നുള്ളത് കഴിഞ്ഞ ഏതാനും 6 മാസത്തിലധികമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് BPL കാർഡുകാർക്ക്. മറ്റൊരു കാര്യം പറഞ്ഞാൽ APL കാർഡുകാരുടെ ഭക്ഷ്യവിഹിതങ്ങളുടെ ഗണ്യമായ വെട്ടിക്കുറക്കലുകളും നമ്മൾ കണ്ടു. അതായത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ APL കാർഡുകാർക്ക് ആകെ ലഭിച്ചത് ഒരു 15 കിലോ അരി സൗജന്യമായിട്ടായിരുന്നു. അത് ഒരു മാസമാണ് ലഭിച്ചത്. അതിനുശേഷം പിന്നീടുള്ള 3 മാസങ്ങളിൽ കിലോക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ അരി ലഭിക്കുകയുണ്ടായി. അതും നിർത്തലാക്കുകയുണ്ടായി. പിന്നീട് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന, അതായത് സംസ്ഥാന വിഹിതമായി ലഭിച്ചുകൊണ്ടിരുന്ന നീല കാർഡുകാർക്കുള്ള ആട്ട ഒന്ന് കുറക്കുകയുണ്ടായി. വെള്ള കാർഡുകാർക്ക് 2 കിലോ അരിയും 1 കിലോ ആട്ടയും കുറക്കുകയുണ്ടായി. അതായത് ലഭ്യതക്കനുസരിച്ച് 4 കിലോ അരി വരെ ലഭിച്ചിരുന്ന വെള്ളക്കാർഡുകാർക്ക് ഇപ്പോൾ 2 കിലോ അരിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വെട്ടിക്കുറക്കലുകളും കിറ്റുകളുടെ കാര്യം പറഞ്ഞാൽ നവംബർ മാസവും ഡിസംബർ മാസത്തോടു കൂടിയിട്ട് കിറ്റുകളും തീരുകയാണ്. സാധാരണത്ത നിലയിൽ, അതായത് കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഒരു റേഷൻ അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. കോവിഡിന് മുമ്പ് നമുക്ക് ലഭിച്ചിരുന്ന, എല്ലാ ആളുകൾക്കും ലഭിച്ചിരുന്ന ഒരു റേഷൻ വിഹിതത്തിലേക്കാണ് ഇനി പോവാൻ പോകുന്നത്. കാർഡ്, നീല വെള്ള കാർഡുകാർക്ക് കാര്യം പറഞ്ഞാൽ അവർക്ക് അന്ന് ലഭിച്ചതിലേക്കായും കുറഞ്ഞ വിഹിതങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ BPL കാർഡുകാർക്ക് ലഭിച്ച വലിയൊരു ആനുകൂല്യമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള അരി. അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. APL കാർഡുകാർക്ക് അത് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിലും കേരളത്തിലെ 40 ലക്ഷം വരുന്ന റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്ത ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് ഒരു കാർഡിൽ 6 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 30 കിലോ ധാന്യവും 1 കിലോ കടലയോ പയറോ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ യാതൊരുവിധ ഭക്ഷ്യ ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു വിഹിതം ഇനി മുതൽ ഇല്ല എന്നാണ് നമ്മൾ സങ്കടത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും